ഇപ്പോഴെങ്ങനെയുണ്ട്? ആർ യു കംഫർട്ടബിൾ? ഏതായാലും തക്ക സമയത്താണ് എനിക്ക് കമ്മീഷണറുടെ ഇൻഫർമേഷൻ കിട്ടിയതും സതീഷിനെ രക്ഷിക്കാനായതും. ഗോഡ് ഈസ് ഗ്രേറ്റ്. അല്ലെങ്കിൽ ഒരുപക്ഷേ... ഏയ്, എന്താ ഇത്? നീയും കൂടി ഇങ്ങനെ ആയാലോ? നോ, കിടന്നോളൂ. ഇപ്പൊ പരിപൂർണ റെസ്റ്റ് ആവശ്യം. ഐ നോ യു ആർ അലർട്ട്, ഓൾവേസ് അലർട്ട്. തളരാത്ത ഈ മനസ്സിന്റെ ഒപ്പം ഈ ശരീരവും ഉണരണം. എന്നിട്ട് തിരിച്ചടിക്കണം. അതിനുവേണ്ടി ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. ഇതുവരെയും അവർ ഡൽഹി വിട്ടിട്ടില്ലെന്നാണ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. ദാറ്റ് മീൻസ് സതീഷിനെ ചിത്രയെ സഹായിക്കാൻ ഈ ഡൽഹിയിൽ ആരും ഉണ്ടായിട്ടുണ്ട്. അതാരാണെന്ന് ഉടനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ... ഇല്ല സൂസന്ന, ഇല്ല. നമുക്കെതിരായി ഒരു ചെറുവിരൽ എനക്കാൻ പോലും അവന് കഴിയില്ല. നീയും ഞാനും ഇവനുമൊക്കെ ഇവിടെ എത്തിയതിന്റെ പിന്നിൽ ത്യാഗത്തിന്റെ കഥകളുണ്ട്. അതിനുവേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയാവണം അവന്റെ ജീവൻ. പക്ഷേ നമ്മൾ കരുതിയിരിക്കുമ്പോൾ അവന്റെ കയ്യിൽ നമുക്കെതിരായി തെളിവുകളുണ്ട്. അവൻ അതുമായി രംഗത്ത് വന്നാൽ, പ്രത്യേകിച്ച് സുസ്ഥീന്തിന് നിങ്ങൾ പാർട്ടി ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക്... പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി പണം കുത്തിയൊഴുക്കി അത് പിടിച്ചെടുക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നോക്കിക്കോളൂ. നാളെ പത്രക്കാർ എന്നെ പൊതിയുമ്പോൾ, പിന്നീട് പോൾ ബി ഐസക്കിനെ കുറിച്ച് അവർ ഹെഡ്ലൈനുകൾ അച്ചടിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ തൃപ്തനാവില്ല. ഒപ്പം ഒരു ചരമകോളത്തിലെ വാർത്തയായി അവന്റെ പേരുണ്ടാകണം. അത് കണ്ടിട്ട് എനിക്കിനി വിശ്രമമുള്ളൂ. ഇതുവരെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് സജീവമായി കടക്കാതിരുന്ന താങ്കൾ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം വ്യക്തമാക്കാമോ? ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ ഞാൻ എന്നും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ഒരിക്കലും സ്ഥാനമാനങ്ങൾ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ പാർട്ടി എന്നെ നിർബന്ധിക്കുന്നു. അടുത്ത 16-ന് നടക്കുന്ന പാർട്ടി ഇലക്ഷനിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് അഭ്യൂഹങ്ങൾ. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി രാപ്പകലില്ലാതെ സേവനം ചെയ്യാൻ സന്നദ്ധനായ ഒരു എളിയ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. പാർട്ടിയും ജനങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? But recently a paper reported that there are so many allegations against you within your party. Allegations are always there in politics. No comments, please. ഒപ്പം കേരള ഘടകം താങ്കളെ രഹസ്യമായി എതിർക്കുന്നുവെന്നാണ് വാർത്തകൾ. അതിനെക്കുറിച്ച്? ജന്മനാട്ടിൽ ലഭിക്കാത്ത അംഗീകാരം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. ഞാൻ കൃതാർത്ഥനാണ്. അപ്പോൾ താങ്കൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു? തീർച്ചയായും. പല വ്യവസായ പ്രമുഖരുമായി താങ്കൾ പുലർത്തുന്ന ബന്ധത്തെപ്പറ്റി? എന്താ, വ്യവസായികളും മനുഷ്യരല്ലേ? പിന്നെ അവരുമായി ബന്ധപ്പെടരുതെന്ന് ഒരു നിയമവും അനുശാസിക്കുന്നില്ല. എന്റെ സുഹൃത്തുക്കളിൽ വ്യവസായ പ്രമുഖരുണ്ട്, പാവപ്പെട്ട രക്ഷാ തൊഴിലാളികളുമുണ്ട്. आपका अगला एम प्राइम मिनिस्टर होना है क्या? इसी कुर्सी में बैठने की इच्छा नहीं है मुझको. जो कुछ भगवान देता है मैं स्वीकार करूंगा. പാർട്ടി ജനറൽ സെക്രട്ടറിയായി ഐസക് തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ അവനെ ഒന്ന് തൊടാൻ പോലും നമുക്കാവില്ല. ഹി വിൽ ബി മോർ പവർഫുൾ, മോർ ഡേഞ്ചറസ്. ഒരു പാർട്ടിയുടെയും പദവി അലങ്കരിക്കാൻ ഇനി അവന് ഭാഗ്യമുണ്ടാവില്ല. എങ്ങനെ സതീഷ്? എന്നെ ഈ നിലയിലാക്കിയതിനേക്കാൾ ക്രൂരമായി, ഇവരുടെ ജീവിതം തകർത്തതിനേക്കാൾ ബ്രൂട്ടലായി ഞാൻ അവനെ നേരിടും. അവസാനം ഒന്നുമില്ലാത്തവനായി എനിക്ക് അവനെ കാണണം. അപ്പോഴും ഐസക് വെറുതെ ഇരിക്കുമെന്ന് സതീഷിന് തോന്നുന്നുണ്ടോ? ഇല്ല, അവന്റെ ഒരു അവസാന നീക്കം കൂടെ ഞാൻ മുന്നിൽ കാണുന്നു. അതിനുവേണ്ടിയാണ്, ആ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ പിന്തിരിപ്പിക്കാനാവില്ല.